പഹൽഗാം ഭീകരാക്രമണത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. ആക്രമണം നടത്തിയ 7 അംഗ സംഘത്തിലെ 2 ഭീകരർ പാകിസ്ഥാനിൽ നിന്നുള്ളവർ, 2 പേർ കശ്മീരിൽ നിന്നുള്ളവരാണെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ക്യാമറയിലുള്ള ഹെൽമറ്റ് ധരിച്ചെത്തിയ ഭീകരവാദികൾ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട്. ആക്രമണത്തിൽ പങ്കുണ്ട് എന്ന ആരോപണം പാകിസ്ഥാൻ നിഷേധിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പഹൽഗാമിൽ സന്ദർശനം നടത്തുകയാണ്. അമിത്ഷാ ഡൽഹിയിൽ തിരിച്ചെത്തിയ ശേഷം പ്രധാനമന്ത്രിയുടെ വസതിയിൽ സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതി യോഗം ചേരും. സൗദി യാത്ര വെട്ടിച്ചുരുക്കി ഇന്ത്യയിലേക്ക് മടങ്ങിയ പ്രധാനമന്ത്രി രാവിലെ തന്നെ അദ്ദേഹം അജിത് ഡോവലുമായും അതോടൊപ്പം തന്നെ വിദേശകാര്യമന്ത്രി ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇന്ന് വൈകിട്ട് 6 മണിക്ക് ചേരുന്ന കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗത്തിലെ നിർണായകമായ തീരുമാനങ്ങൾക്ക് വേണ്ടി രാജ്യം കാത്തിരിക്കുകയാണ്. ബൽറാം നെടുങ്ങാടിയുടെ നേതൃത്വത്തിലുള്ള 24 സംഘം തത്സമയ വിവരങ്ങളുമായി ശ്രീനഗറിൽ നിന്നും പഹൽഗാമിൽ നിന്നും നമ്മളോടൊപ്പം ചേരുന്നതോടൊപ്പം തന്നെ ഡൽഹിയിൽ നിന്ന് കേന്ദ്ര സർക്കാരിന്റെ ചടുലമായ നീക്കങ്ങളുടെ വിവരങ്ങൾ നൽകാൻ വിനീത വിജിയും ശ്രീനാഥുമുണ്ട്. മറ്റ് വിശദാംശങ്ങളുമായി സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാറും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബൽറാം നെടുങ്ങാടിയിലേക്ക്. ബൽറാം, പഹൽഗാമിൽ ഇപ്പോഴുള്ള സാഹചര്യം എന്താണ്? എപ്പോഴാണ് അമിത്ഷാ ഡൽഹിയിലേക്ക് മടങ്ങുക? അദ്ദേഹം അവിടെ എത്തിയ ശേഷം അദ്ദേഹത്തിന്റെ തുടർ നടപടികൾ എന്തൊക്കെയായിരുന്നു, നീക്കങ്ങൾ എന്തൊക്കെയായിരുന്നു, മറ്റ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്താണ് പഹൽഗാമിൽ നിന്ന്? ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ പഹൽഗാമിലുണ്ട്. ഒപ്പം തന്നെ NIA പ്രത്യേക സംഘവും അവിടെ ഉണ്ട്. ആഭ്യന്തരമന്ത്രി ഈ NIA സംഘത്തിന്റെ പ്രാഥമിക പരിശോധന പൂർത്തിയാക്കിയ ശേഷം അവരുമായി ആശയവിനിമയം നടത്തും. എന്താണ് പ്രാഥമിക പരിശോധനയിൽ നിന്നും NIA ഒരു നിഗമനം എന്നുള്ളത് അദ്ദേഹം ചോദിച്ചറിയും. അതിനുശേഷമായിരിക്കും അദ്ദേഹം ഇന്ന് വൈകിട്ടോടെ ഡൽഹിയിലേക്ക് മടങ്ങുക. ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതി യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയും ജമ്മു കശ്മീരിലെ സാഹചര്യങ്ങൾ അദ്ദേഹം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ സാഹചര്യങ്ങൾ അദ്ദേഹം ഈ യോഗത്തെ അറിയിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ തുടർ നടപടികൾ സംബന്ധിച്ചുള്ള കൂടിയാലോചനകൾ അത് ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്നലെയും ഇന്നുമായി ചേർന്ന യോഗങ്ങളിൽ നടത്തിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളും പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തെ അദ്ദേഹം ധരിപ്പിക്കും. ആഭ്യന്തരമന്ത്രിയുടെ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്തത് മരിച്ച ആളുകളുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൈമാറുന്നതും അവ നാടുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ, ബന്ധുക്കളെ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ, ഒപ്പം തന്നെ കുടുങ്ങിക്കിടന്ന മറ്റുള്ളവരെ സുരക്ഷിതമായി സ്വന്തം നാടുകളിലേക്ക് പോകാനുള്ള സൗകര്യങ്ങൾ, അത് പ്രത്യേക വിമാനങ്ങൾ അടക്കമുള്ള ക്രമീകരണങ്ങൾ ആവശ്യമെങ്കിൽ അവ ക്രമീകരിക്കുക. കൂടാതെ ഈ പ്രദേശത്ത് ഉള്ള മറ്റ് ആളുകളുടെ സുരക്ഷ ഉറപ്പാക്കുക. അതിർത്തി മേഖലയിൽ ഈ ഭീകരാക്രമണം നടന്ന പ്രദേശത്തും അതിർത്തി മേഖലയുമുള്ള സുരക്ഷാ സാഹചര്യങ്ങൾ, നിലവിലുള്ള വിന്യാസം എങ്ങനെ എന്നുള്ളത് വിലയിരുത്തുക. ഒപ്പം തന്നെയാണ് ഈ ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ അടക്കമുള്ള മറ്റ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഭീകരവിരുദ്ധ ഓപ്പറേഷന്റെ സാഹചര്യങ്ങൾ, അതിലുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ എന്നിവയാണ് ആഭ്യന്തരമന്ത്രിയുടെ യോഗത്തിൽ വിലയിരുത്തിയത്. രാവിലെ അദ്ദേഹം ഈ പോലീസ് കൺട്രോൾ റൂമിലെത്തി ഇവിടെ എത്തിച്ച മൃതദേഹങ്ങൾക്ക് ആദരം അർപ്പിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം എക്സിൽ പങ്കുവച്ചിരിക്കുന്നത് ഈ ഏറെ വേദനയുള്ള ഹൃദയത്തോടുകൂടിയാണ് താൻ ഇവർക്ക് ആദരം അർപ്പിക്കുന്നത് എന്നും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരായാലും അവരെ വെറുതെ വിടില്ല എന്നുമാണ് അദ്ദേഹം എക്സിലൂടെ പ്രതികരിച്ചിരിക്കുന്നത്. ഭീകരവാദികൾക്ക് കനത്ത തിരിച്ചടി നൽകുന്നതിനുള്ള പദ്ധതി അത് തയ്യാറായി വരികയാണ്. അത് ഉടൻ തന്നെ അത് നൽകണം എന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്നും ഉയർന്നിട്ടുണ്ട്. എന്നാൽ ആദ്യഘട്ടത്തിൽ നിലവിലുള്ള ഇവിടെയുള്ള വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കുക, അവരെ സുരക്ഷിതമായി അവരുടെ സ്ഥലങ്ങളിലേക്കോ അല്ലെങ്കിൽ അവരുടെ നാടുകളിലേക്കോ എത്തിക്കുക എന്നതാണ്. പ്രത്യേക സംഘം ഇപ്പോൾ ഗ്രൗണ്ടിലുണ്ടല്ലോ. അതോടൊപ്പം തന്നെ ഇപ്പോൾ 3 പേരുടെ ഈ രേഖാചിത്രം NIA പുറത്തുവിട്ടിട്ടുണ്ട്. സൈന്യവും അർദ്ധസൈനിക വിഭാഗവും അടക്കുന്ന സേനാ വിഭാഗങ്ങളൊക്കെ തന്നെ ഈ ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ടല്ലോ. അതിന്റെയൊക്കെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? രേഖാചിത്രം പുറത്തു വന്ന ശേഷം എന്തെങ്കിലും റെസ്പോൺസുകൾ, അതെങ്ങനെയാണ് സൈന്യം NIA ഇത് ഫോളോ അപ്പ് ചെയ്യുന്നത്? അതിന്റെ മറ്റ് തുടർ നടപടികളും ഒക്കെ എങ്ങനെയാണ്? പഹൽഗാമിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വിവരങ്ങൾ നൽകാനുണ്ട്? GK 3 പേരുടെ രേഖാചിത്രങ്ങളാണ് ഈ ആക്രമണത്തിൽ പങ്കെടുത്തു എന്ന് സംശയിക്കുന്നവരുടേതായി NIA പുറത്തുവിട്ടിരിക്കുന്നത്. അത് ഈ ആക്രമണത്തിന് ഇരയായ ആളുകളുടെ ബന്ധുക്കൾ നൽകിയ വിശദാംശങ്ങൾ അനുസരിച്ച് തയ്യാറാക്കിയ പ്രത്യേക വിദഗ്ധർ തയ്യാറാക്കിയ രേഖാചിത്രങ്ങളാണ്. ആ രേഖാചിത്രങ്ങൾ ഈ ആക്രമണം നടത്തിയ ഭീകരരുമായി സാമ്യതകളുണ്ട് എന്ന് തന്നെയാണ് ദൃക്സാക്ഷികൾ അറിയിച്ചിരിക്കുന്നത്. ഈ രേഖാചിത്രങ്ങൾ അല്പസമയം മുമ്പാണ് പുറത്തുവിട്ടത്. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഭീകരരെ കണ്ടെത്താനുള്ള ശ്രമം നടക്കുന്നത്.
കാരണം ഭീകരർ ആക്രമണത്തിന് ശേഷം ഈ മേഖലയിൽ നിന്നും അവർ രക്ഷപ്പെടുകയായിരുന്നു. ആ പ്രദേശത്തിന്റെ ഒരു ഭൗമശാസ്ത്രപരമായ പ്രത്യേകത കൂടി ഉപയോഗപ്പെടുത്താനാണ് ഈ മേഖലയിൽ ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത്. കാരണം ഇതൊരു കുന്നിൻ മുകളിലാണ് ആക്രമണമുണ്ടായ സ്ഥലം എന്നുള്ളത്. ഇവിടേക്ക് വാഹനങ്ങൾ എത്തില്ല, കുതിരപ്പുറത്ത് മാത്രമാണ് എത്താൻ കഴിയുക, അല്ലെങ്കിൽ നടന്നു മാത്രമാണ് എത്താൻ കഴിയുക. ഇത്തരം ഒരു സ്ഥലത്ത് ആക്രമണമുണ്ടായി. ഈ വിവരമറിഞ്ഞ് പോലീസ് എത്താൻ ഏതാണ്ട് 45 മിനിറ്റിൽ ഏറെ സമയം പോലീസിനോ സുരക്ഷാ സേനയ്ക്കോ എടുക്കും. ഈ ഒരു സമയം കൊണ്ട് മുകളിലുള്ള ഭീകരർക്ക് വളരെ പെട്ടെന്ന് താഴേക്ക് ഇറക്കമാണ്. അതുകൊണ്ട് അവർക്ക് വളരെ പെട്ടെന്ന് വനമേഖലയിലൂടെ രക്ഷപ്പെടാൻ കഴിയും. ഇത് കണക്കാക്കിയാണ് ആക്രമണം നടത്തിയത്. അതിനനുസരിച്ച് തന്നെ അവർ ആ വനമേഖലയിലൂടെ താഴേക്ക് ഇറങ്ങി രക്ഷപ്പെട്ടു എന്നാണ് സൈന്യം കണക്കാക്കുന്നത്. എന്നാൽ ഈ മേഖലയിലെല്ലാം തന്നെ അരിച്ചുപെറുക്കി ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഈ ഭീകരർ എവിടെയെങ്കിലും ഒളിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് സുരക്ഷാ സേന കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ രേഖാചിത്രങ്ങൾ ഉപയോഗിച്ച് അവർ ഒളിച്ചിരിക്കുന്ന പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് അവരെ തിരിച്ചറിയാൻ കഴിയും. അതിനൊരു പ്രതികരണം ഉടൻ തന്നെ ലഭിച്ചേക്കുമെന്ന പ്രതീക്ഷ വിവിധ ഏജൻസികൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഈ രേഖാചിത്രങ്ങൾ എന്തായാലും ഇപ്പോൾ പങ്കുവച്ചിരിക്കുകയാണ്. അത് ഈ പ്രദേശത്താകെ വിതരണം ചെയ്യുന്നു. ഒപ്പം തന്നെ പോസ്റ്ററുകൾ ഉൾപ്പെടെ പതിപ്പിച്ചിട്ടുണ്ട്. ഇവരെ കണ്ടാൽ പോലീസിനെയോ മറ്റ് അധികൃതരെയോ വിവരം അറിയിക്കണം എന്ന ആഹ്വാനവുമായി ഇതിനൊരു മറുപടി ഉടൻ ലഭിക്കുമെന്നും ഇതിലൂടെ ഈ ഭീകരരിലേക്ക് ഇപ്പോൾ ഈ NIA ശേഖരിച്ചിരിക്കുന്ന ബൽറാം ഇപ്പോൾ NIA ശേഖരിച്ചിരിക്കുന്ന വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ 2 പേർ പഷ്തൂൺ ഭാഷ സംസാരിക്കുന്നവർ, 2 പേർ ഈ പ്രദേശവാസികൾ, അതായത് ആദിൽ, ആസിഫ് എന്നീ 2 പേർ, ഇങ്ങനെയാണോ സൈന്യത്തിന് NIAക്ക് ഒരു ചിത്രം ലഭിച്ചിരിക്കുന്നത്? ഭീകരാക്രമണത്തിൽ പങ്കുകൊണ്ടവരാരൊക്കെ എന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ ചിത്രം NIAക്ക് രൂപപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച്? GK, ഈ NIAയുടെ ഈ പ്രാഥമികമായി 2 വിദേശികൾ അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തു നിന്നുള്ള പത്തൂൺ ഭാഷ സംസാരിക്കുന്ന 2 പേർ അടക്കമുള്ള ഭീകരരും 2 പ്രദേശവാസികളും എന്നുള്ള ഈ വിവരം അത് ഈ ആക്രമണത്തിനിരയായ ആളുകളുടെ ബന്ധുക്കൾ നൽകിയ പോലീസിനും സൈന്യത്തിനും നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഇത് അനുസരിച്ചുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. എന്നാൽ അതിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്നതടക്കം പരിശോധിക്കുന്നുണ്ട്. പ്രാദേശിക സഹായം ഇവർക്ക് ലഭിച്ചിരുന്നു എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. എങ്കിൽ മാത്രമേ ഇത്തരത്തിലൊരു പ്രദേശത്ത് എത്താനും ഈ സ്ഥലത്തിന്റെ ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകളും അവിടേക്കുള്ള വഴിയും എല്ലാം തന്നെ കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് അവിടേക്ക് എത്തുന്നത്. അതിന് പ്രദേശവാസികളുടെ സഹായം അനിവാര്യമാണ് എന്നാണ് NIA അടക്കമുള്ള ഏജൻസികളുടെ ഒരു നിഗമനം. ഒപ്പം തന്നെയാണ് ഇതിൽ വിദേശികൾ പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറിയെത്തിയ ഭീകരവാദികളാണ് ഇതിൽ പങ്കെടുത്തത് എന്നുള്ളത് ആ ഒരു നിഗമനത്തിലേക്ക് നേരത്തെ തന്നെ പോലീസ് എത്തിയിരുന്നു. അത് ഏതാണ്ട് NIAയുടെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം NIAയും അത് ശരിവെക്കുകയാണ്. എന്നാൽ അതിൽ കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുള്ളതാണ് അന്വേഷിക്കുന്നത്. ഈ ചുരുങ്ങിയത് 2 ഭീകരരെങ്കിലും ഉണ്ടായിരുന്നു ഈ ആക്രമണത്തിൽ എന്നാണ് കണക്കാക്കുന്നത്. കാരണം ഈ വലിയ മരണസംഖ്യ ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. 2 പേർ അവർ ഉപയോഗിച്ചത് യന്ത്രത്തോക്കുകളാണ് എങ്കിൽ പോലും ഈ 2 പേരാൽ അത് സാധ്യമാണോ എന്ന ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ആക്രമണത്തിനിരയായ ആളുകൾ ആ ഘട്ടത്തിൽ അവർ അത്യന്തം ഭയന്ന ഒരു സാഹചര്യമാണ്. എത്ര പേരുണ്ട് അത്തരത്തിലുള്ള വിശദാംശങ്ങളിലേക്ക് അവർക്ക് പലപ്പോഴും ഓർമ്മിച്ചെടുക്കാനോ അവർ ആ ഘട്ടത്തിൽ മനസ്സിലാക്കാനോ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്നും കൂടുതൽ പേരിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ